ഇദ്ദേഹമാണ് പാലായുടെ സ്വന്തം സന്മനസ് ജോർജേട്ടൻ. സന്മനസ് എന്ന പേര് പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സും നല്ല മനസ്സാണ് കേട്ടോ. ഇതിനോടകം തന്നെ 10,000-ലേറെ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികൾക്കാണ് അദ്ദേഹം സൗജന്യമായി ഡയാലിസിസ് കിറ്റ് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്ന, ഇപ്പോഴും ഒരുപാട് രോഗികൾക്ക് ആശ്വാസമേകുന്ന, കോട്ടയം മെഡിക്കൽ കോളേജിലെ പാവങ്ങളായ രോഗികൾക്ക്, അനാഥരായവർക്കൊക്കെ എപ്പോഴും ആശ്രയമാണ് ഈ നല്ല മനുഷ്യൻ. കാണാം നമ്മുടെ പ്രിയപ്പെട്ട സന്മനസ് ജോർജേട്ടൻ്റെ വിശേഷങ്ങൾ. ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തിലേക്ക് കടക്കും. എന്ത് തോന്നുന്നു ഇത്രയും നാളത്തെ ഒരു പ്രവർത്തന അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ? എന്റെ പ്രവർത്തനം, ഞാൻ ദൈവത്തില് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴാണ് ഞാൻ മെഡിക്കൽ കോളേജിലോട്ട് പോവാം. എനിക്ക് മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണണമെന്ന് എന്റെ ചിന്ത. അപ്പൊ അവിടെ പോകുന്നു, രോഗികളെ കാണുന്നു, അവരൊക്കെ സംസാരിക്കുന്നു. സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ആ സമയത്തൊക്കെ? സഹായങ്ങള്, സാമ്പത്തിക സഹായം ഒന്നുമില്ല, ഒരു പൈസ ഇല്ല. ഞാൻ ഇവിടുന്ന് വട്ടിക്കൂലി ഇല്ലാതെ അവരോട് 20 രൂപ 30 രൂപ വായ്പ മേടിച്ചിട്ട് അങ്ങനെ പോകുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ അന്വേഷിച്ചു. ആരോ ഒരാൾ പറഞ്ഞു, തോമസ് ചേട്ടൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു. അത് ഏത് തോമസ് ചേട്ടൻ? നവജീവൻ തോമസ് ചേട്ടൻ ആണോ? ആ പുള്ളി എവിടെയാന്ന് ചോദിച്ചു. പുള്ളി ഇവിടെ ആണോ? ഞാൻ പുള്ളിയെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ടെന്ന് നോക്കൂ. അപ്പൊ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങ് ചെന്നു, തോമസ് ചേട്ടൻ നവജീവൻ ചെന്നു, കണ്ടു. ഞാൻ ജോർജ് കുട്ടി അന്വേഷിച്ചിരിക്കുകയാണ്. ജോർജ് കുട്ടി അവിടെ ഇറങ്ങി നടക്കുന്നുണ്ടെന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഒന്നുമില്ല തോമസ് ചേട്ടൻ, അതിങ്ങനെ പുള്ളി പറഞ്ഞൊരു കാര്യം, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ദിവസം പോലെ ഞാൻ അങ്ങോട്ട് കയറ്റി. അപ്പൊ പുള്ളി എന്നെ വണ്ടി കയറ്റി ഇരുത്തി ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കറങ്ങുവാണ്. അപ്പൊ പുള്ളി പോകുന്ന വഴിക്ക് കൊണ്ടുപോകുക. അപ്പൊ പുള്ളി ഇവിടെ 50 തന്നെ പോക്കറ്റിലിടും, 100 രൂപയുടെ തന്നെ മടക്കി മടി വെക്കും, ബാഗിനകത്ത് വെക്കും. പോകുന്ന വഴിക്ക് വല്യകൃഷ്ണ പുള്ളി പറയുന്ന ഭാവം ഞാൻ കേൾക്കുക. പുള്ളി എന്നെ പഠിപ്പിക്കാനേ കൊണ്ടുപോകുന്നു. വല്യകൃഷ്ണ, ഇന്നലെ എനിക്ക് നിനക്ക് അരി മേടിച്ചു തരാൻ പറ്റില്ല മോനെ, പോക്കറ്റ്. എങ്ങനെ കൊടുത്തു എങ്ങനെയാണ് കൊടുക്കുന്നത്, കൊടുത്താൽ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളൊരു മാറ്റം പറ്റും. അത് അപ്പൊ ഞാൻ കൊടുത്ത കിട്ടുമല്ലേ. അപ്പൊ അങ്ങനെ കുറെ നാളെങ്ങനെ ഞാനൊരു 5-6 മാസം ഇത് പറഞ്ഞു, ഇനി ജോർജ് പാലായ്ക്ക് ഒപ്പളം. അപ്പൊ അത് ബൈബിള് വേദപുസ്തകത്തിൽ പറയുന്നത് സുഭാഷിതം 19:17 ദരിദ്രന് കൊടുക്കുന്ന കടം ദൈവത്തിൻ്റെതാ, അത് ദൈവം തരും. അപ്പൊ ഞാനിങ്ങനെ കൊടുക്കാൻ തുടങ്ങുമ്പോ എനിക്ക് ആളുകള് 100 രൂപ 200 രൂപ ഒക്കെ എന്നെ കാണും വിളിച്ചു തരുക. ഞാൻ തന്നെ ഇങ്ങനെ ഏൽപ്പിക്കുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ പറയും അവരോട്, ഇങ്ങനെ ചോദിക്കുന്നതിലും ഒരു അവസരം പറഞ്ഞാൽ നീ ഒരു കൊണ്ട മേടിച്ചു കൊടുത്തേക്കണം കേട്ടോ, ഒരു അരി കൊണ്ട മേടിച്ചു കൊടുത്തേക്കണം, മേടിച്ച് കൈ വെച്ചേക്കണം, കാണുന്ന ആശുപത്രിയിലെ രോഗികൾക്ക് കൊടുത്തേക്കണം. ദൈവത്തിന് കൂടുതൽ എന്നോട് സ്നേഹം കിട്ടും. അപ്പൊ ഇങ്ങനെയായി തോമസ് സാറിന്റെ അടുത്ത് കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നീ പാലായ്ക്ക് പോക്കോളാം. ഞാൻ പാലായ്ക്ക് പോയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞു തന്നു. പാലായ്ക്ക് എന്നെ കക്കൂസ് ഇടണമെന്ന്. ഞാനിങ്ങനെ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞതിന്റെ ഒരു അവസ്ഥയിൽ നിൽക്കില്ല. അപ്പൊ ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. ഒരു മടിയില്ല, ചെയ്യാൻ തന്നെ ഞാൻ. അപ്പൊ അവിടെ ഇടയ്ക്ക് മുട്ടുന്ന മെഡിക്കൽ കോളേജിൽ ഞാൻ ഇടയ്ക്ക് തുടയ്ക്കാൻ കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നേരെ പാല ഗവൺമെന്റ് ആശുപത്രി വന്ന് ഞാൻ ആദ്യം പിതാവിനെ കണ്ടു. അതിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, തലേ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഉണ്ട്, എന്നാ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, കണ്ടാൽ മതി എന്നൊക്കെ പിതാവ് പറഞ്ഞു. അതനുസരിച്ച് അവസാനം പറഞ്ഞനുസരിച്ച് ആശുപത്രി ചെന്നു. ഞാൻ ബ്രഷും സാധനങ്ങളൊക്കെ കേട്ടാ ചെല്ലുന്നത്, പഴയ കെട്ടിടം. അപ്പൊ പറഞ്ഞ ഇപ്പൊ ഞാനിങ്ങനെ ആയിട്ട് കറങ്ങിയെന്ന് പറഞ്ഞ 2-3 സ്റ്റാഫിനോട് പറഞ്ഞു, എടാ ഇനി നമുക്ക് അടുത്ത കുളിമുറിയൊക്കെ കഴിയണ്ടേ, എല്ലാവരും ഉണ്ടോ? ഏട്ടന പുതിയ സ്റ്റാഫാണ്. അപ്പൊ ഞാൻ നല്ല വെള്ളയിട്ടാണ്. അല്ല അപ്പൊ പുതിയ ആളുകൾ എന്നോട് ചോദിച്ചു, ഞാൻ പുതിയ ആളാണോ? അങ്ങനെ അല്ലേ? അപ്പൊ ഇനി എന്തിനാ? അല്ല ഞാനിവിടെ ഇതൊന്ന് പുറത്തിക്കിടാ, എനിക്ക് ഒരു ദൈവത്തിന്റെ ബോധ്യം കിട്ടുക. ആ പുള്ളി പറഞ്ഞു അത് കഴിക്കോളാൻ പറഞ്ഞു. കാരണം ഇത് കഴിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ, അവിടുത്തെ മെയിൻ ആള്, ഇതാരാന്ന് ചോദിച്ചു. പുതിയ സ്റ്റാഫാണോ, പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പുതിയൊരാളാണ്. പുതിയ ആളാണോ? എന്നിട്ട് ഇത് എന്നെ ചെയ്യുന്നത്? അല്ല ഇത് ഒന്ന് കഴുകാം. ഞാൻ 2-3 കഴുകി. ഇനി പറ്റിയല്ലോട്ടെന്ന് പറഞ്ഞു. സ്റ്റാഫൊന്നും അല്ലല്ലോ ചേട്ടന്. പറഞ്ഞ ഇവര് മാറി 4-5 കൈ കാണിക്കുക. അത് ഞാൻ കണ്ടു. വട്ടം. അപ്പൊ ഇത് കണ്ടോണ്ട്, എന്നെ കണ്ടോണ്ട് ഞാനിവിടെ അവിടുത്തെ ഡോക്ടറെ മാറ്റിയിട്ടുള്ള ആളാണ്. ഞാൻ ലീഡറോട് പറഞ്ഞ് അവിടുത്തെ ഡോക്ടറെ ഞാൻ സ്ഥലം മാറ്റിയിട്ടുള്ളൂ, പോസ്റ്റ് ചെയ്തിട്ടുള്ള. ഒരു എന്റെ കുട്ടി പഴയ ഒരു നേതാവൊക്കെ ആയിരുന്നു. ധ്യാനമൊക്കെ കൂടി എന്റെ കുട്ടി വേറെ ഒരു കുഴപ്പമില്ല. അയ്യോ ചേട്ടാ ക്ഷമിക്കണം കൊണ്ടുവന്നത്. അത് ഞാൻ അങ്ങോട്ട് സജീവമാക്കി, സ്ഥിരമാക്കിയത്. പിന്നെ അത് അവര് അനുവദിച്ചില്ല. ക്ലീൻ ചെയ്യുന്ന പരിപാടി പറ്റിയായിരുന്നു. പിന്നെ അത് അവർ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർക്കൊന്നും വിഷയമാണ്.
അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ കട്ടിലേൽ ഓരോരുത്തർ കാണും, അവർക്ക് ഞാൻ ഒരു ചായ മേടിച്ചുകൊണ്ട് കൊടുക്കും, കോണ്ട മേടിച്ചുകൊണ്ട് കൊടുക്കും, പിന്നെ മരുന്ന് പുറത്തുനിന്ന് മരുന്ന് വേണമെങ്കിൽ അത് ഞാൻ അത് വായ്പ മേടിച്ച് അത് മേടിച്ചു കൊടുക്കും. ഇങ്ങനെ അങ്ങ് തുടങ്ങി. അങ്ങനെ അങ്ങ് തുടങ്ങി അത് പുറത്തോട്ട് ആകാനുള്ള ഒരു തരത്തിലേക്ക് വന്നു. അപ്പൊ എന്നെ അന്വേഷിച്ച് ഇങ്ങനെ ആളുകൾ, ഈ രോഗികളായ ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ എന്നെ അന്വേഷിച്ചപ്പം എല്ലാവരും പറഞ്ഞു നവജീവന്റെ യൂണിറ്റ്, നവജീവൻ പ്രൊഫസറിനെ അനീന, അങ്ങനെ ഇതിനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് പറ്റുന്ന സഹായം അവിടെ ഈ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണെന്ന് പറഞ്ഞതിന്റെ നമ്മളതിനകത്ത് ആ ഒരു മേഖല കൂടുതൽ സജീവമാക്കി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇവിടെ ഒന്നുമില്ല, ഞാനിങ്ങനെ കൂടിനകത്ത് വസ്ത്രങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് ആശുപത്രി കൊണ്ട് ഓരോരുത്തർക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് പൂർണ്ണമായിട്ടും ആയി അവിടുത്തെ ആയി കഴിഞ്ഞ് അങ്ങനെ എന്നാ വിഷയം ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ ഓടി സിസ്റ്റർ എന്നോട് ഒന്ന് പറയും. അപ്പൊ ഒരു ആണുണ്ട്. അപ്പൊ ഒരാൾക്കൊരു മരുന്ന് വേണം, അല്ലെ ഒരു എന്തെങ്കിലും ഇത് വരുമല്ലോ, സഹായം വേണം, ഓടി ഞാൻ സിസ്റ്റർ എന്നൊരു ഡോക്ടറെ കയറി പറഞ്ഞു പറയാനും വേണ്ട, നമുക്കൊരു പരിഗണന ഒന്നും പറയണം. എന്നെ കാണുമ്പോഴേ അപ്പൊ ഇന്നലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് 2 നേരം ഇൻസുലിൻ എടുക്കുന്നു. ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പം ഇൻസുലിന് കുറിപ്പ് കൊടുത്തു പറഞ്ഞ പറയാം, ഇങ്ങനെ കുറിപ്പ് കൊണ്ടുവന്ന തരിയല്ലോ ഓട്ടോത്ത്, അങ്ങനെയൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അങ്ങനെ ഞാൻ പരാതി പറയുകയല്ലോ, അല്ല പരാതി പറയുന്നല്ല. അവരെ ഡോക്ടറെ ഞാൻ സന്മനസ് അറിയാവുന്ന അയ്യോ ക്ഷമിക്കും കേട്ടോ ചേട്ടാ, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്റെ കയ്യെ കാണിച്ചു ഒരു ലേഡിയാ, സാറേ പുതിയ ആളല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ എഴുതി അന്നേരം തന്നെ പടപെടാം. ഇപ്പൊ ആ സ്റ്റാഫിന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ഒരാളോടെ എന്ന് പറഞ്ഞു വിട്ടാൽ അതും അങ്ങനെ ഒരു വലിയ സഹായം, ഒരു പരിഗണന. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിപ്പോ ഒരാളെ അഡ്മിറ്റ് ആക്കണം, അല്ലെങ്കിൽ അത് അതൊക്കെ ഒരു അനുഭവം ഉണ്ട്. അത് അവിടുത്തെ സൂപ്രണ്ട് ഡോക്ടർ ഉൽപ്പല ദേവി എന്ന് പറഞ്ഞൊരു സൂപ്രണ്ട്, അപ്പൊ ആ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്ന കാലത്താണ്. അപ്പൊ ഒരു രോഗി ഈ വരാന്ത കിടക്കുന്നു, ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇവര് ആരാണ്ടൊക്കെ ഒരു ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ ഡിസ്ചാർജ് ചെയ്യണം, എല്ലാ പറ്റിയെന്ന് ഡിസ്ചാർജ് എഴുതി വെച്ചു. അപ്പൊ അവിടെയുള്ളവരെല്ലാം പറഞ്ഞു ഈ പുള്ളി ഒന്ന് നോക്കിയാൽ സമാധാനമായിട്ട് ആകുന്നതാണ്. അത് എന്നാ പറ്റിയെന്ന് അന്വേഷിച്ച് ഞാൻ നേരെ സൂപ്പറിനോട് ഇന്നൊരു വിഷയമുണ്ടെന്ന് എന്തെന്ന് ചോദിച്ചു, ആ മുകളിലുണ്ടെന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു. പുള്ളിക്കുറിച്ച് നേരെ വന്ന് നോക്കി പരിശോധിച്ചിട്ട് ഫയലിൽ നോക്കിട്ട് പറഞ്ഞു ഇതങ്ങ് അഡ്മിറ്റ് ആക്കിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് വിട്ടച്ചാൽ മതി, ഇതിനുള്ള ട്രീറ്റ്മെന്റ് നടത്തി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർമാരായാലും അപ്പൊ ഒരാളെ ഒന്ന് വന്ന് നോക്കാൻ സഹായിക്കാൻ ആളില്ല, ചിലപ്പോൾ ചില സ്വാധീനങ്ങൾ വരുമല്ലോ. ഇപ്പൊ നമ്മൾ ഡോക്ടറെ ചെന്ന് അടുത്ത് എന്ന് പറഞ്ഞു, സാറേ ഇതിന്റെ വിഷയം എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ചേട്ടൻ അറിയാവുന്നതാണോ? പ്രശ്നം പിന്നെ നോക്കേണ്ട കാര്യമില്ല, നല്ല മരുന്ന് കൊടുത്തു അല്ലെ അങ്ങനെ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ഒരു പൊതുവിലേക്കായി. ഇപ്പൊ ഇത്രയും നാളത്തെ ഈ ചാരിറ്റി അനുഭവത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വേദന എന്തെങ്കിലും ഒന്ന് ഓർമ്മിച്ചിട്ട് പറയാമോ? അതിലുണ്ട്. എനിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ ഒത്തിരി പേര് ആഗ്രഹിച്ചു. ഈ നാട്ടിലുള്ള ഇവിടുത്തെ ശുശ്രൂഷകരാ, സാധാരണ ഉള്ള ആളെ എനിക്കത് സങ്കടമില്ല. ഈ അരി കൊടുക്കുന്നു കഞ്ഞി കൊടുക്കുന്നു എന്ന് പറയുന്ന ആളുകള് അല്ലെ, അവര് ചെയ്യുന്ന അസൂയ. അത് ശരി. കാരണം ഞാന് 38 വർഷക്കാലം ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ രാഷ്ട്രീയം കണ്ട് പഠിച്ചു വന്ന ആളെയാണ്, കരുണാകരന്റെ കൂടുതൽ. അപ്പൊ എന്നോട് അത്ര ഞാൻ ഇവരെ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രത്തിന് വണ്ടി കയറുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വിടുവോ, നേരെ ചെന്ന് കണ്ട് ഇവരെ 2 പേരുടെ എനിക്ക് ബന്ധമാണ്. ഉമ്മൻചാണ്ടി സാർ അന്ന് ഇവിടെ ഒരിക്കൽ കിഡ്നി രോഗിയുടെ സമ്മേളനം വെച്ചു, അന്ന് പറഞ്ഞ സാറ് പറഞ്ഞത് വാക്കെന്നതാ പറഞ്ഞു പോയെന്ന് തോന്നല്ലേ. ഇതാ പറഞ്ഞ ജോർജ് എൻ്റെ 25 വയസ്സുള്ള അയാളുടെ അടുത്ത് തന്നെയായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അങ്ങനെ അപ്പൊ അവര് കേസ് കൊടുക്കാനായിട്ടൊക്കെ ചെന്നു. അപ്പൊ അന്നേരം ഞാൻ ഈ പോലീസിന് ഇതിനകത്ത് പോലീസിന് എന്നെ മനസ്സിലായി. ഞാൻ അന്ന് നേരത്തെ ഞാൻ പോലീസ് കമ്മിറ്റി എഴുതാൻ ഞാൻ എഴുതി കൊടുത്തൊക്കെ ആളാണ്, എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലായിട്ട് അവരെന്നെ പോലീസ് കമ്മിറ്റി വെച്ചു. ഇപ്പൊ 8ാം വർഷത്തിലേക്കാണ് അത് കയറി വച്ചിരിക്കുന്നത്. ഇപ്പോഴും ജനമേഖലയുടെ അംഗമാണ്. അപ്പൊ ഇവര് അതിലൊരാള് പാലായിലൊരു ഭക്ഷണം കൊടുക്കുന്ന ഒരാള് നോട്ടീസ് എടുത്തിറക്കി. പോലീസ് പറഞ്ഞു അവരിറക്കുന്ന ഇങ്ങനെ അങ്ങനെ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ചെയ്യുന്നു, തട്ടിപ്പ് നടത്തുന്നു അങ്ങനെയാണ്. അപ്പൊ പാലാ ഗവൺമെന്റ് ആശുപത്രി പുള്ളിയുടെ സ്വന്തമായിട്ട് പുള്ളി അങ്ങ് വ്യാഖ്യാനിച്ച്. അപ്പൊ ഞാനൊരു വിജയൻ എന്ന് പറഞ്ഞ രോഗിയോടെ കിടക്കുക. അപ്പൊ അദ്ദേഹം വരാന്തല ഇങ്ങനെ 2 കാലും കെട്ടിവെച്ച് ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കാം. ഞാൻ ചെന്നിട്ട് പുഴുണ്ട്, ചേട്ടാ എന്നാ ചെയ്യണ്ടേ, ഇങ്ങനെ കിടന്നാലേ ഞാൻ മെഡിക്കലിലേക്ക് കൊണ്ടുപോകാം കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടെ അറിഞ്ഞ് പുള്ളി അങ്ങ്
മറ്റവരെ കണ്ടു വന്നപ്പോൾ ഞാൻ സംസാരിക്കുന്ന കണ്ടു കേട്ടോ, അവരുടെ രോഗിയാണെന്ന് അങ്ങ് അവകാശപ്പെടുക. പുള്ളി ഉറവിടക്കാരനാ. അപ്പം ഇവര് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് കൊണ്ട് ഞാൻ കൊണ്ടുപോയി ഞാൻ മെഡിക്കലിൽ കൊണ്ടുപോയി. അവിടെ നമ്മുടെ സേവനുണ്ട് ഒരു ജയൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ അവിടെ സ്ഥാപനത്തിൽ കൊണ്ടാക്കി പുള്ളിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തത് കഴിഞ്ഞ് പിന്നെ പുള്ളി നേരെ പോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വെച്ച് എനിക്കെതിരായിട്ട് നോട്ടീസ് അടിച്ചിറക്കി. ഞാൻ കണ്ടുമില്ല നോട്ടീസ്. കടക്കാരൊക്കെ പറഞ്ഞു എന്നോട് 2-3 പേര് പറഞ്ഞു പ്രതികരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. പ്രതികരിക്കാനേ പോയില്ല എന്നും പറയാം. ഒരു തന്നെ ഈ പുള്ളി നേരിട്ട് വന്ന് വിളിച്ചു, പേര് പറഞ്ഞില്ല, വിളിച്ചു പറഞ്ഞു നമുക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നാന്ന് പറഞ്ഞു. ഞാൻ നേരെ ചെന്നു എന്ന് പറഞ്ഞ അതെ ജോർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാ, പിന്നെ അത് ഞങ്ങളുടെ രോഗികളൊക്കെ എന്തിനാ നോക്കുന്നത് അങ്ങനെ. ഞാൻ ചോദിച്ചു നിങ്ങളുടെ രോഗിയാണെന്ന് തന്നെ പറയാൻ അവകാശം ഇത് പാലാ ഗവൺമെന്റ് ആശുപത്രി കിടന്ന എത്രയോ പേര് മരുന്ന് പോകും. നവജീവൻ തോമസേട്ടൻ കോട്ടയത്തുണ്ടോ, ചേട്ടന് ഇഷ്ടമുള്ള ശുശ്രൂഷ ചെയ്യും. അതിപ്പം തോമസേട്ടൻ സ്വന്തമായിട്ടാണോ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്ന ശുശ്രൂഷ. ഞാനും പല കാരണം അതുപോലെയല്ലേ നമ്മൾ കാണേണ്ടത്. ഞങ്ങൾക്ക് ചോറ് കൊടുക്കുക എന്നാന്ന് കൊടുക്കും. അത് ഞങ്ങള് നോക്കിയിട്ടിരുന്ന ആളാ, ഞങ്ങളെ രോഗികളാ എന്നാ പറഞ്ഞു. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നാന്ന് ചോദിച്ചു പാലായി വന്നത്. അത് ഞാൻ തിരിച്ചടിച്ചു. നേരിട്ട് ഓഫീസിൽ ചെന്ന് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് നിങ്ങൾ 5-6 പേരെ വിട്ട് പഠിപ്പിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെ അങ്ങനെ പോകുള്ളൂ. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞിട്ട് വ്രത്തിയെന്ന് പറഞ്ഞായിരുന്നു. കുറെ അംഗം കഴിഞ്ഞിട്ട് വ്രത്തിയെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ. അത് ഞാൻ അപ്പൊ നിങ്ങള് അത് ചെയ്ത് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കാണ്ട് പോയി. നിങ്ങൾ ചെയ്ത സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു. നമ്പർ ഇനിയും തരാമെന്ന് പറഞ്ഞു. കൊടുക്കാൻ പറഞ്ഞു എന്നോട് ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് നിങ്ങൾ എന്നെ പിടിപ്പിക്കുക. ഞാൻ എന്നാ ചെയ്തെന്ന് അറിയണമെന്ന്. ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങളും ചുമ്മാ നമ്മൾ അരി കൊണ്ടുപോകുന്നു, വീട്ടിൽ കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെ. ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. 2 പേർക്ക് ഷുഗറാ. അത് നമ്മൾ അരി കൊണ്ടുപോകുന്ന ഇടയ്ക്ക് അയൽവക്കത്തൊക്കെ ഓരോ പാവങ്ങളൊക്കെ വരും. അപ്പൊ അവർക്ക് ഒരു ഇച്ചിരി കൊടുക്കണം. എവിടെയെങ്കിലും വേറെ പോകുന്ന വഴിക്ക് വണ്ടി എടുത്തു വെച്ച് കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ഇന്ന് 2 ദിവസം ഞാൻ ഈ തെരുവിന്റെ മക്കൾക്ക് ഒരു ഭക്ഷണ പദ്ധതി തയ്യാറാക്കുക. അത് വണ്ടിയിൽ ബാനർ വലിച്ചു കെട്ടി അക്കരെ ഒരു തട്ടുകടയുണ്ട്, അവിടെ ഇത് വലിച്ചു കെട്ടിയിട്ട് അവിടെ വെക്കുക. ഇന്ന് നിങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ വരിക. ആണോ? അതിപ്പോ തുടങ്ങാനുള്ള ഇപ്പൊ സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് അക്കരെ ഒന്നും കൊടുത്തിട്ട് പോകാം. അവിടെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ തീരുമാനിച്ചത്. ഇന്ന് ആഹാരം കഴിക്കില്ലാത്ത ഈ സന്മനസ് കൂട്ടായ്മയിൽ ഈ ബോർഡ് വെച്ചിട്ട് എന്റെ ഫോൺ നമ്പർ കിട്ടും. അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ വെച്ചേക്കും. അത് വണ്ടിയെ കുറച്ച് ദിവസം കൊണ്ടു നടന്ന് ചെയ്തിട്ടാണ് കടയിൽ വെക്കുന്നത്. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അതിലിപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ബിരിയാണി ഉണ്ടായിരുന്നു. 50 ബിരിയാണിയാ കൊടുത്തത്. ഈ മാതാവിന്റെ ജപമാല സമാപനത്തോടു കൂടിയാ കൊടുത്തത്. അതിൽ ഞാൻ 1 മിനിറ്റ് തിരിച്ചു വിളിക്കും. കിഡ്നി രോഗിയാ. അപ്പം അങ്ങനെ കൊടുത്തു. വസ്ത്രങ്ങൾ കൊടുക്കുന്നു, അരി കൊടുക്കുന്നു, ഉരുളക്കിഴങ്ങ്, മസാല, കിറ്റുകള്. ഇത് നമ്മൾ ഓരോരുത്തരെ കണ്ടു ചോദിച്ച് ഓരോ കൂട്ടായ്മ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് വരുന്നവർക്ക് ഓരോ കിടപ്പ് രോഗികള്, ക്യാൻസർ രോഗികൾ. ഇപ്പൊ വന്ന 2 പേരും ക്യാൻസറാണ്. അവർക്ക് ഒരു മാർഗവും ഇല്ല. അപ്പൊ ഈ ഇങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഞാൻ ഇപ്പൊ എന്നെ സാറ് വിളിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും തയ്യാറാകും. തീർച്ചയായും വേറെ കാര്യം ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാനുള്ള സാമ്പത്തികമൊക്കെ ഇപ്പൊ വരുന്നു. ഒന്നും 5 പൈസ തരും. ഞാൻ 5 പൈസ ഇപ്പൊ ചെന്ന് ബാങ്കി ചോദിച്ചു. ഒരിക്കലും ഒരു ബാങ്കിലെ അക്കൗണ്ട്, എന്റെ മകളെ നഴ്സിംഗ് പഠിക്കാൻ നേരത്തുള്ള ഒരു അക്കൗണ്ട് തന്നെ CSB ബാങ്ക്. അല്ല എനിക്ക് ഞാൻ സഹായിക്കാൻ സമ്പത്ത് സൂക്ഷിക്കല. ഒരു കാര്യം ദൈവം കുറവ് വരുന്നില്ല. പിന്നെ ഇങ്ങനെ ഞാൻ എന്റെ അടുത്ത് വരുന്ന ആളോട് മടിച്ചാണെങ്കിൽ ഞാൻ വരാൻ പറഞ്ഞു. അല്ല ഞാൻ ഇറങ്ങും, ഇവരെയും കൂട്ടിക്കൊണ്ട് പോകും. അത്രേ ഉള്ളൂ. ഞാൻ പാലായില്ല എവിടെ ചെന്ന് ചോദിച്ചാലും തരും. ആണോ? ഞാൻ നനയുന്നിടത്ത് ഒഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ നിന്നപ്പോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കൂടി. ഇത് വേണ്ട, ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് മഹാഭാരതം പറയുന്ന ഫലച്ചുകൂടാതെ കർമ്മം ചെയ്യാൻ. ഖുർആൻ പറയുന്നത് തന്നെയല്ലേ, അർത്ഥശൂന്യനായ ദൈവത്തെക്കാൾ കൃത്യനായ മനുഷ്യനെ കണ്ടെത്താനാണ് പറയുന്നത്. ഇതെന്നെ ഒരു വൈദികം പഠിപ്പിച്ചതാണ്. അപ്പം ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മളെ നന്മ ചെയ്യാൻ നമ്മൾ ഇറങ്ങി തുറന്നിട്ട് അത് മരണം വരെ കണ്ടീഷൻ. എന്നോട് ചോദിച്ചു എത്ര കാലത്തേക്ക് കണ്ടെന്ന് ചോദിച്ചു. ഇത് വിശുദ്ധ ബൈബിളില് 55:3, 4 തിരുവേദന എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ നിന്നോട് ദാവീദിനോട് എന്ന പോലെ ഒരു ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത്. അമ്മ അത് ചിലര് വാർത്തയൊക്കെ ഇടും പല രീതിയിൽ. ഇനിയിപ്പം പ്രശ്നങ്ങളോ അങ്ങനെ ഇങ്ങനെയാണ്. എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ ആവശ്യമില്ല കടം മേടിച്ചു വെക്കുന്നത്. കൂടി ഒരു 10-15 രൂപയൊക്കെ കടം വരും. അത് സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. അവർക്കൊരു കുറച്ച് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, അല്ലെ പിള്ളേർക്ക് കുട്ടികൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുക, അല്ലെ പുസ്തകം മേടിച്ചു, അങ്ങനെയൊക്കെ നിരവധിയായ കാര്യങ്ങളാണ്.
ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയുടെ മരുന്ന് പാലാ ടിസ്കോയിൽ മേടിച്ചു കൊടുത്തു. ആണോ? ആ ടിസ്കോയിൽ ഞാൻ അന്വേഷിച്ചു. അവിടെ അത് കൃത്യമായിട്ട് അവർ പറയും, കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കി. ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ ഈ വരുമ്പം സഹായങ്ങള് കൊടുത്തു വിടുന്നതാണ്. ഓരോരുത്തരോട് മേടിച്ച് കൊടുത്തു വിടുന്നതാണ്. ഇത് വലിയ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു അപേക്ഷയായിട്ട് തരിക. ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. കരിയാച്ചനൊരു സിനിമാ താരമാണ് കേട്ടോ, നമ്മുടെ കൂട്ടുകാരൻ കരിയാച്ചൻ. അഡ്മിഷൻ മുടങ്ങിപ്പോയി. ഒരു നേഴ്സ്, BSc നഴ്സിംഗ്. ഇതൊക്കെയാണ് നമ്മുടെ സേവനം. ഇതിനൊരു മാർഗവും ഇല്ല. ഈ കേരളത്തിൽ ഒരു മാർഗവും ഇല്ല. ആ കുടുംബം വേദനയോടെ മാതാപിതാക്കള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് സമൂഹ മധ്യത്തിൽ കൊണ്ടിരുന്നത്. ഇപ്പൊ ആ സഹോദരി വന്നിരിക്കുന്നു, മുക്കമ്പട്ടി എന്നാ വന്നിരിക്കും, പത്തനംതിട്ടയ്ക്ക് അടുത്ത്. അത്രയേറെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ആശ്വാസമായി മാറുകയാണ്. ഒത്തിരി നിരവധി ആയിരക്കണക്കിന് ആളുകൾക്ക് കടന്നു പോകുന്നു. ഞാനിതിനൊന്നും വാർത്തയൊന്നും അങ്ങനെ ശേഖരിച്ചു വെക്കാറില്ല. മറ്റതൊക്കെ ആ കുറെ അടുത്തൊരു മുറിയുണ്ട്, അവിടെയുണ്ട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ദൈവം തന്ന, ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമുക്ക് ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യാനുള്ളവരാണ്. നമ്മൾ ഇതിനായിട്ട് അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം ജോർജ് ചേട്ടന്റെ ഒരു കാലം കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ആരായിരിക്കും ചെയ്യുന്നത്? അത് ദൈവം അന്നേരം വേറെ ആളെ കൊണ്ടുപോയി അങ്ങനെ വിശ്വസിക്കാം. എന്റെ ട്രസ്റ്റ് രൂപീകരിക്കാനോ അല്ലെങ്കിൽ അതിലൊരു ഒരാളെ ചുമതലപ്പെടുത്താനോ ഒന്നും തയ്യാറാവും? ഒന്നും ആർക്കും ആളും വരാം. നമ്മളിവിടെ എത്രയോ ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഈ കല്യാണത്തിനൊക്കെ ആയിട്ട് എത്രയോ കാലമായിട്ട് ഇങ്ങനെ വന്ന് സഹായിക്കണം. ഫ്രണ്ട്സ് നമ്മൾ ചെയ്യുന്ന നമ്മൾ നേരെ ജോർജ് ചേട്ടൻ ഒരു പകരക്കാരൻ വേണ്ടേ? പകരമില്ല. ഈ കാലഘട്ടം ദൈവം ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ആളെ കിട്ടാനില്ല എന്ന് പറയാം. ഈ പാലായില് എന്റെ പ്രായമുള്ള ഒരാളില്ല. ഉണ്ടോ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്? എന്റെ എന്നോട് ചോദിക്കുക, ഇപ്പോഴും ഒരു 17-കാരനാണ് നടക്കുന്നത്. എനിക്ക് ആ പവർ വേണം. അത് ഈ പ്രവർത്തിക്കുമ്പോഴാണ്, കൊടുക്കുമ്പോഴാണ്. എന്റെ ഇല്ലാത്തത് ഞാൻ ചെന്ന് പറയുകയാണ്, ഇതൊരു സഹായിക്കുന്നതിന് വിഷയമുണ്ട്, ഒരു തുണിക്കടക്കാരോ കുട്ടിയായോ ഇടപെട്ടോ. ഞാൻ ചെന്ന് പറയണം, ചേട്ടാ എന്നാ ചെയ്യണ്ടേ? 12,000 രൂപയുടെ അരി സാധനം എല്ലാം നിർത്തുക. അവർ ഇന്നത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് സമാധാനം ഉണ്ടല്ലോ, അതിനെന്നാ വിളിച്ചു പറഞ്ഞോ. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ നന്മയുള്ള ഉണ്ടോ പലയിലുണ്ടോ? ഞാൻ പറയാമല്ലോ, അതൊരു ആ നന്മ ഞാൻ കണ്ടുവരുന്നത്. ഇവിടെ എനിക്കൊരു 1000, 500, 100, 200 ഇങ്ങനെയൊക്കെ നെറ്റിൽ ഇതിലിട്ട് തരുന്നവരുണ്ട്. അല്ലെ എനിക്ക് ഞാൻ ചെല്ലുമ്പോൾ മാസം ഒരു 3-4 അറിയാവുന്നവർ ഒരു 8-10 വർഷമായിട്ട് ഒരു 10,000 രൂപ കഷ്ടിച്ച് അത്രയും പോലും കിട്ടുന്നില്ല. ഒക്കെയല്ല ഇങ്ങനെ അറിഞ്ഞ് ഒരു പരിപാടി കേട്ടിരുന്നു. വാർഷിക നേരത്തെ നോട്ടീസ് ഇറക്കി ആളുകളെ കണ്ടു. നമ്മുടെ ആളുകൾ കുറച്ച് പേര് കടകളിലെല്ലാം 20 രൂപ, 30 രൂപ, 50 രൂപ, 100 രൂപ തരുന്നതാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ നടത്തി വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാല് ഈ വേദനിക്കുന്നവരുടെ വേദന അറിയുന്നത് ഇപ്പൊ നമുക്ക് വിശക്കുന്നവനും അതിന്റെ ഇതറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാല് ഇത്രയും വലിയ. അപ്പൊ ഈ ഡയാലിസിസ് തന്നെ ഇപ്പൊ ഒരു സഹോദരി വിളിച്ചു വെച്ചിരിക്കുന്നു. ഈ 10,000-15,000 എണ്ണം കൊടുക്കാൻ പലരായിട്ട് വന്ന് സാധിച്ചത്. അതുപോലെ വന്ന് നമ്മളെ തേടിയെത്തി വന്നു. പെരിയ തന്നമ്മ ചാരിറ്റബിൾ. പുള്ളി ദുബായില. അടുത്ത മാസം വരും, ഈ മാസം അവസാനം വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ കൂടിയാണ് ഇത് വെക്കാൻ കാരണം. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ അന്വേഷിച്ച് നടന്നു, പറഞ്ഞെങ്കിൽ അടുത്ത. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പം അവർക്കൊരാള് വേണം. അവർക്ക് പൈസ ഉണ്ട്, 100ഓളം പേര് ജോലി ചെയ്യുന്നു. പക്ഷെ ഈ പൈസ കൊണ്ട് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്ന് സംശയം അറിയത്തില്ല. അപ്പൊ അവര് അന്വേഷിച്ചു കൊടുത്തപ്പം ഇവരുടെ കൂടുതലൊരു സഹോദരി ഉണ്ട്. പുള്ളിക്കാരത്തി ഇങ്ങനെ പുള്ളിയുടെ ഒരു ചേച്ചി ഇവിടെ പാലയിലുണ്ട്. അപ്പൊ അവര് കുറെ ഡ്രസ്സുകളുണ്ട്, അത് എവിടെയാ കൊടുക്കുന്നത്? എവിടെയാ നമ്മള് കൺവെൻസ് ചോറിയാട്ടെ അതാന്ന് ചോദിച്ചു. പറഞ്ഞ നീ ഇഞ്ഞ വിളിക്ക്, നമ്മൾ നമ്പർ വന്നു. എന്നെ വിളിച്ചു. അവരോട് പറയാം, ചേട്ടാ ഞാൻ പാലായില് കൊണ്ടുവരണം, അതാ പറഞ്ഞങ്ങാനത്ത്. ഞാൻ പറഞ്ഞങ്ങാനത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചാക്ക് നിറച്ച് ഡ്രസ്സ് മേടിച്ചു വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെയാ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അയ്യോ ഏതായാലും ചേട്ടനെ പോലെ ഇങ്ങനെ ഒരാൾ ഇത് മേടിക്കാൻ, അത് മേടിച്ചു കഴിഞ്ഞാൽ ഞാനായിട്ട് സംസാരിച്ചു, ബന്ധപ്പെട്ടു. ഞങ്ങളുടെ ചേച്ചിയുണ്ട്, ഞാൻ ചേച്ചിയെ വീട് അറിയിക്കാൻ തോന്നുന്നു. അതാണ് ഷീബ, ദുബായ് പെരിയത്ത് പറയാം. അപ്പൊ പുള്ളിക്കാരത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലാവുന്നു. അപ്പൊ എന്നോട് പുള്ളിക്കാരത്തി പറഞ്ഞു റെക്കോർഡ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ. ഞാൻ കുറെ റെക്കോർഡുകളൊക്കെ കാണിച്ചു. പുള്ളി ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, പുള്ളി എന്നോട് ചോദിച്ചു ഇതാരോ തന്നെയാണോ ചെയ്യുന്നത്? എനിക്ക് വരത്തിൽ വരും കൂടും, ഇതൊക്കെ ഞാൻ തന്നെ കാര്യമുള്ളൂ. അപ്പൊ എല്ലാവരും പുള്ളി അതിച്ചു
പക്ഷെ അങ്ങനെയാണ് എനിക്ക് ഓഫീസ് വരണമെന്ന് പറയാം. ഓഫീസ് വന്ന് കണ്ടു. അത് നമുക്കൊരു പ്രോഗ്രാം വെച്ചേക്കാം. ഒരു 2 ലക്ഷം രൂപ ഇത് കിട്ടും. ക്യാൻസർ രോഗികള് ഡയാലിസിസ് പണിക്ക്, കരപണിയാൻ, അറ്റകുറ്റപ്പണിക്ക്, ഓരോ വിഷയങ്ങൾക്ക് അത് അന്ന് അവിടെ വിതരണം ചെയ്തു. അല്ല, പുള്ളി തന്നെ ചെയ്യുന്നത്. ഞാനൊന്നും നേരിട്ട് മേടിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അത് ആ പുള്ളി പറഞ്ഞു, ഞാനും കൂടെ ചേട്ടനെ കുറിച്ച് കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. നമുക്ക് കുടിക്കും. അപ്പൊ അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റും കൂടെ ഒന്നിച്ച് അതിനാണ് ഈ സംയുക്തമായിട്ട് ഇങ്ങനെ വെച്ചത്. ഇവിടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു അവിടെ വെച്ചു. ശരി. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജനമായ പോലീസും ഒക്കെ ഉണ്ടാവും. അവിടെ വെച്ച് ഇങ്ങനെ ഏൽപ്പിച്ചു. ഇനി എന്താണ് ജോർജേട്ടന്റെ സ്വപ്നം എന്താണ്? എന്റെ സ്വപ്നം പലപ്പോഴും എന്നെ ഈ സ്വപ്നം അലട്ടുന്നത്, എനിക്ക് ലോട്ടറി അടിക്കുന്ന പോലെ തോന്നുന്നു. ലോട്ടറി അടിച്ചിരിക്കുക എനിക്ക് ഈ കിട്ടിയാല് ഒരു കുറെ ക്യാൻസർ രോഗികൾക്ക്. അല്ല, അതൊരു വലിയ ലോട്ടറിയാണ്. ആർക്കും കിട്ടാത്ത ലോട്ടറിയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുക കുറെ കാശ് കിട്ടുമ്പം ഒരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത് ഡോക്ടർ ജയകുമാർ സാറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു പ്രേക്ഷകനാണ് ചേട്ടൻ. ഇങ്ങനെ കിറ്റ് വിതരണം ചെയ്യാൻ അദ്ദേഹം തന്നിട്ട് അതിന് പറഞ്ഞു, മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്. അപ്പൊ എനിക്കിങ്ങനെ പലപ്പോഴും തോന്നുക, എനിക്കിങ്ങനെ കുറെ അടിക്കും, പൈസ കിട്ടും. അതപ്പോ ഞാൻ ക്യാൻസർ രോഗികളെ ഒരു 150 പേരെ വിളിക്കുക, നോട്ടീസ് അടിച്ചു എന്നിട്ട് ആരൊക്കെ ഉണ്ടെങ്കിലും ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. എന്നിട്ട് അത് ചെയ്യുക. പിന്നെ അടുത്ത ആഴ്ചയില് ഡയാലിസിസ് രോഗികളെ വിളിക്കും, ഒരു 500 അല്ലെ ഒരു 10,000 എങ്കിലും മേടിച്ചു. ചരിത്രം എവിടുന്നെല്ലാം കേരളത്തിലെ എവിടുന്നെങ്കിലും വരട്ടെ, വേറെ എന്തെങ്കിലും കൊടുത്തുവിടാം. ഇതാണ് എന്റെ തോന്നുന്നത്, ഇതാണ് എന്റെ സ്വപ്നം. തീർച്ചയായും അത് ദൈവം നടക്കും. ഈശ്വരൻ പറഞ്ഞില്ലേ, എല്ലാവരും സഹായിക്കും. അപ്പൊ പണ്ട് നീല സ്റ്റുഡിയോ പി സുബ്രഹ്മണ്യം സാർ എടുത്തൊരു സിനിമയുണ്ട്, ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു ഈ മണ്ണിൽ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. അതിന്റെ തുടർന്നുള്ള പാട്ടിന്റെ യേശുദാസ് പാടിയതാണ്. അതൊന്നും മനസ്സിലുണ്ടായിരുന്നു. ആ പാട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പാട്ടൊക്കെ പാടുവോ? ഞാനൊരു ഗായകനാ. ആണോ? അത് പറയട്ടെ. അത് ശരി. നമ്മുടെ ഒരു പാട്ട്, മലയാള സിനിമയുടെ ഒരു പാട്ടുണ്ട്. പാട്ടോടെ പാടാൻ ഇച്ചിരി ചുമയായിട്ടിരിക്കുക ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് സഹായിക്കുമ്പോഴാണ് എന്റെ കുടുംബത്തില് എന്റെ ഭാര്യ, എന്റെ മക്കളും പടിപടിയായി ദൈവം ഒന്നുമില്ലാത്ത ഒരു ചാക്ക് വിരിച്ചിട്ട്, അത് കഞ്ഞിട്ട് പാടാം, ഒരു ചാക്ക് വിരിച്ചിട്ട് കിടക്കുന്ന എനിക്ക് നനഞ്ഞ പരിക്കാത്ത് കിടന്നപ്പം ഞാൻ ഈ നവീകരണത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ദൈവത്തോട് മുട്ടുവെച്ച് പ്രാർത്ഥിക്കുക. അപ്പം മഴ ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുക. പാത്രമൊക്കെ മാറ്റി വെച്ചിട്ട് പിള്ളേരെ ഒരു സൈഡ് കൊടുക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ നനഞ്ഞ പെര തന്നേന് നിനക്ക് നന്ദി. അതിന് പിള്ളേരെ മാറ്റി കിടത്തിച്ചു ഭാര്യ വിളിച്ചു വെച്ചു, ഇതെന്നാ പ്രാർത്ഥന? ഞാൻ പറഞ്ഞു നീ ഒരു 2 ആഴ്ച നീ കണ്ടോളാൻ പറഞ്ഞു. ഞാൻ അന്നേരം ഒരു പറയണമെന്ന് പറഞ്ഞു. 2 ആഴ്ച എന്നാ കണ്ടോളാൻ പറഞ്ഞു. ഇത് ആരാണ്ട് ചെന്ന് വിയാരിജിന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, പുള്ളി പറഞ്ഞ അത് മൊത്തം വിളിച്ചേക്കാൻ അതിനുള്ള തീരുമാനമായി. പിന്നെ അതിന്റെ ഈ ക്യൂ നിൽക്കുക പൈസ തരാൻ വിളിച്ച എന്നോടൊരു വ്യക്തി വിളിച്ചു പോയി. ഞാൻ അന്തിച്ചു പോയി. അപ്പൊ ഞാൻ ഈ ഒരു നവീകരണം ഇതിലേക്ക് ഞാൻ സന്മനസ് കൂട്ടായ്മ ആയതുകൊണ്ടാണ് ദൈവം എനിക്ക് തരുന്നതെന്ന ബോധ്യം എനിക്ക് ഇന്ന് ഞാൻ മരിക്കുന്നവരെ വരുന്നുണ്ട്. ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം ഡയറക്റ്റ് തരത്തില്ലല്ലോ. അപ്പൊ പറഞ്ഞാൽ മനസ്സിലുള്ള കയ്യിൽ തരും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇതായി ഞാൻ എന്റെ പരപണിയാണെന്ന് പലരും അറിഞ്ഞു. ഒരാൾ എന്നെ വിളിക്കുക, ചേട്ടാ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പലയിലുണ്ട്, ഇന്നല്ലേ നാളെ എന്റെ വീട്ടിൽ നിന്ന് വരാമെന്ന് വെച്ചു. ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ ചെല്ലുന്നില്ല, കണ്ടങ്ങാനത്താണ്. അദ്ദേഹം 1 ലക്ഷം രൂപ അടുത്ത് കരുതി വെച്ചിരിക്കുക. അപ്പൊ എനിക്കറിയത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞായിരുന്നു പരപണിയൊക്കെ ആയിരുന്നു. പറഞ്ഞ പുള്ളി സന്തോഷത്തോടെ 2 അമ്മക്കളുണ്ട്. എടാ തമച്ചേട്ടാ അറിയാട്ടം വന്നു, ഇനി എടുത്തോട്ട് വരാൻ പറഞ്ഞു. എടുത്തോട്ട് വന്നു. അപ്പച്ചൻ കൊടുത്ത നീയും കൊടുത്തേരെ നമ്മുടെ ചോറചേട്ടൻ. അപ്പൊ പുള്ളി എന്നെ കാണുന്ന ഈ വാർത്തകളിലൂടെ, അന്ന് മനോരമ, മംഗളം, ദൈവം, അങ്ങനെ വാർത്തയാണ്. ഈ വാർത്തയുടെ അസൂയാണ് മറ്റേ കടന്നു വന്നത്. ഇതൊക്കെ വരും നമ്മളറിഞ്ഞോണ്ട്. അപ്പൊ പോലീസുകാർ പോലും അന്തിച്ചു. ഓ ചേട്ടൻ, എന്റെ മോനെ ചേട്ടനെ ജനമൈത്രി പോലീസ് എടുത്തുന്നത് എന്നെ DSP വിളിച്ച് പറയാം. അന്നേരം എഴുതി ചേർക്കുക. ജനമൈത്രി പോലീസ് കമ്മിറ്റി മെമ്പർ ആവട്ടോ അന്ന് ആ വർഷത്തില്. അപ്പൊ ഇതെല്ലാം അങ്ങനെ ഈ ഇതാവ് പറഞ്ഞ ഒരു പൊതി തന്നു. അപ്പം ഇത് ചെറിയൊരു സഹായമാട്ടോ, ഇനിയും ആവശ്യമുണ്ടെ വിളിച്ചേക്കണമെന്ന് നമ്പരും തന്നു. ഞാൻ പുറത്തിറങ്ങി നോക്കിയിട്ട് എണ്ണാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ ചെന്ന് വെച്ച് ഭാര്യനോട് ചോദിക്കുക, വേഗം തക്കൊണ്ട് പോകുന്ന കാരണം ഇത്രയും പൈസ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ ആ ചരിത്രത്തിൽ ആദ്യ സംഭവം. ഇങ്ങനെ ഇവിടെ അടുത്തൊരു
ബേക്കറി ഉണ്ട്, കാദംബരി ബേക്കരി ആയിക്കോട്ടെ. അദ്ദേഹം വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്നൊക്കെ വേണ്ട സിമെന്റ് കമ്പി എല്ലാം വേണം. ആ ശരി ശരി, ഒരു കാര്യം ചെയ്യാം, ചേർപ്പെങ്കിൽ ഒരു കടയുണ്ട്, അവിടെ പോയി ഒരു 100 ചാക്ക് സിമെന്റ് പുള്ളി പറയുക, കുറെ കമ്പി ആവശ്യം എന്നാന്ന് വെച്ചാൽ എടുത്തോണം. ശരി. പുള്ളി വിളിച്ചു പറഞ്ഞു, എന്റെ സ്വന്തം ആളാണ് ഈ വരുന്നത്, പുള്ളിക്ക് ആവശ്യമുള്ളത് കൊടുക്കാനും എന്തേരം വേണമെങ്കിലും 100 200 3 സിമെന്റ്. ഞാൻ പുള്ളിയോട് ചേട്ടാ ഞാൻ അത്രയും വലിയ കെട്ടിടമല്ലോ പണത്, പക്ഷെ അത് വേണ്ടെന്നേ, പോയി അവിടെ മേടിച്ചത് എപ്പോഴാ കുറവൊക്കെ മേടിച്ചു. ഇങ്ങനെ വിളിച്ചു തരുക. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്കുണ്ട്, 2 രാജാക്കന്മാരുടെ 17 ഒന്നുപോലെ അവിടെ ദൈവം കാക്ക അയക്കുക. കാക്ക എങ്ങനെ ഈ ചുണ്ടപ്പം കടിച്ചുകൊണ്ട് ഇങ്ങനെ തന്റെ ദാസനായ ഏലിയ കാട്ടിക്കിടക്കുക, കൊടുത്തുവിടുക. കാക്കകളുടെ കൂമ്പാരം പിന്നെ ക്രാ 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 എന്ന് പറഞ്ഞതുപോലെ അതാണ് വണ്ടി കിട്ടിയതും. അങ്ങനെ മൈത്രി പോലീസൊക്കെ കൂടിയ വണ്ടി എടുത്തു. പിന്നെ അത് നാട്ടുകാരെല്ലാം കൂടും, എല്ലാം സഹകരിക്കും. എല്ലാവർക്കും അറിയാം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നില്ല. അപ്പൊ ചെയ്യാത്തതിന്റെ അവര് ചെയ്യാത്ത വേറെ ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്യുമ്പോൾ അസൂയാണ് ഇറക്കിയത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങള് പരാതി പറ, ഞാൻ പോലീസ് നമ്പർ തരാം, നിങ്ങൾ പരാതി പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് ഞാൻ എന്നാ ചെയ്തതെന്നുള്ളതെന്ന് പറയാം. അവർക്കൊന്നും മറുപടി പറയില്ലല്ലോ, ഓഫൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ അതിജീവിക്കുക. കാരണം ഇതെന്നെ ഏൽപ്പിച്ച ഒരാളുണ്ട്, ഈ ഭൂമിയിൽ ആരുമല്ല, ദൈവം. അപ്പൊ എന്റെ കൂടെ ഉണ്ട്. ഞാൻ ആ വിശ്വാസമാണ്. ഞാൻ അതിന് ദൈവവിരുദ്ധമായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എനിക്ക് പറ്റുന്ന സഹായം നന്മയാണ്. ഇപ്പൊ വസ്ത്രങ്ങള് പുതിയതും പഴയതുമായിട്ട് കടകളിൽ തരണം. പുതിയ പഴയതാണെങ്കിൽ പഴയത് കൊടുക്കും, നല്ലത് തിരഞ്ഞെടുക്കും. അരി, വസ്ത്രങ്ങള്, മരുന്ന്, ഇപ്പൊ 1.5 ലക്ഷം രൂപയുടെ മരുന്ന് ഇത്രയും കാലത്തിനിടയ്ക്ക് അവിടെ കൊടുക്കും. അതുപോലെ തന്നെ മറ്റ് വീൽ ചെയർ, വാക്കർ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇല്ലാത്ത ഒരാൾ വന്ന് ചോദിച്ചാൽ നമ്മള് വീട്ടിൽ എത്തിക്കാവുന്നതാണ്, എത്തിച്ച് വീട്ടിൽ കൊടുക്കും. തീർച്ചയായും 20 വർഷം കൊണ്ട് ഇതൊക്കെ എല്ലാം ചെയ്തോണ്ടിരിക്കും. അതിപ്പോഴും ചെയ്യാനൊരു ജീവിതത്തില് ഇത്രയും നാളെ ജീവിച്ചല്ലോ, എത്ര ശതമാനം സംതൃപ്തനാണ് താങ്കൾ? എന്നെ ശതമാനം 100% ഉണ്ടോ? ആണോ? എന്തിനാ കുറയ്ക്കുന്നത്? വേണ്ട, 100 പറയുന്ന കള്ളത്തരമാണെങ്കിൽ 80 കൂട്ടാവില്ല. കുറച്ച് ദുഃഖവും പ്രയാസവും സങ്കടവും ഉണ്ട്. ഞാൻ വചന ക്ലാസ് എടുക്കുന്ന ആളാണ്. അതിനെ ബൈബിള് മാത്രമല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു അച്ഛന് യാത്ര ചെയ്യുക, അത് പറയാമല്ലോ. ഒരു ജോബി അച്ഛനെ അറിയോ? ജോബി അറിയാം. അച്ഛനിങ്ങനെ KSRTC യാത്ര ചെയ്യും. അപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരാള് ഫ്രണ്ടിൽ നിന്ന് ഛർദ്ദിച്ചു. അച്ഛൻ ബസ്സില്ല, പുറത്തില് ബാക്കിയുണ്ടല്ലോ. ഛർദ്ദിച്ചപ്പോ പറഞ്ഞ വണ്ടി നിർത്തിച്ചു. എന്ത് ശല്യം എന്നൊക്കെ നാട്ടുകാരെല്ലാം ആൾക്കായി. ഇങ്ങനെ കണ്ടക്ടർ കൊണ്ട് പുള്ളിയുടെ പെട്ടിക്കകത്ത് ഒരു കുപ്പി വെള്ളം എടുത്ത് ഈ ഛർദ്ദിക്കുന്ന പുള്ളിനെ പുറത്തോട്ട് എടുത്ത് ഇറക്കി നിർത്തി ഒരു കല്ലെ കൊണ്ട് ഇരുത്തി പുള്ളി തന്നെ മുഖം കഴുകി. ഈ കണ്ടക്ടർ ഈ യോബി അച്ഛന്റെ കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, മുന്നേ ഇതൊക്കെ എന്നാ സംഭവമാണ്? അപ്പൊ ഈ അച്ഛനൊന്ന് പറയുകയാണ്, ഇങ്ങനെ ഈ കണ്ടക്ടർ മുഖമെല്ലാം കഴുകി സ്വന്തമായി 15 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ പ്രതിയായല്ലോ. ശരി, എന്നാ നമുക്കെന്നാ പോവാന്നൊക്കെ പറഞ്ഞ് പൊടിച്ചു. നല്ല റൊട്ടിയാ, നല്ല രുചിയുള്ള എന്ന് പറഞ്ഞ് അപ്പൊ ഈ വണ്ടി യാത്രയായി. പറഞ്ഞ വണ്ടി യാത്രയെല്ലാം ഫ്രീ ആയി. പറഞ്ഞ ഈ അച്ഛന് പുറകിലിരുന്ന അച്ഛൻ ഏറ്റവും പെണ്ടി വന്നു. പെട്ടി വന്നിട്ട് ക്യാബിന്റെ അവിടെ വന്നിട്ട് തിരിഞ്ഞു നിന്നത് എല്ലാരെയും കാണാം. മോനെ നിന്റെ വീട് കൂടിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പറഞ്ഞ അച്ഛനെല്ലാം ചോദിച്ചു. പറഞ്ഞു ഈ ഒരെണ്ണം നോക്കിയപ്പോ ഈ പുള്ളിയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു കമ്പ പോലെ കണ്ടുപിടി. ചോദിച്ചു, അച്ഛൻ ഇതെന്താ മോനെ? ഇത് രുദ്രാക്ഷമാണ്. രുദ്രാക്ഷം വരയാൻ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടാ നല്ല കാര്യം. അവരുടെ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കാന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തി എല്ലാവരും പുള്ളി ചെയ്ത കാര്യങ്ങൾ സന്തോഷം പറയാം. അന്നേരം പറയുന്നു, ഇവിടെ മോനെ നീ എന്തിനാ മലയ്ക്ക് പോകുന്നത്? മലയ്ക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് സ്റ്റക്കായിട്ട് നിൽക്കുക. അങ്ങനെ അത് പല ആളുകളിലും ഇരിക്കുന്നത്. ഇതിന് ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞങ്ങളൊരു മനോഭാവത്തിൽ നീ തന്നെ ഒരു ശർമ്മശാസ്താവല്ലേ? കൈയടിച്ച് അവിടെ കൈയടിയായിരുന്നു എന്ന് പറഞ്ഞു. അല്ലേ, ഈ ദൈവത്തിന്റെ തീരുമാനം
ദൈവത്തിന്റെ തീരുമാനം നമ്മളല്ല, നമുക്ക് ചെയ്യാൻ ഇപ്പം ആശുപത്രിയിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ എന്നെ വിളിക്കും, ഇയാളെ കൊണ്ടുവന്നിട്ടുണ്ട്, ചേട്ടാ എന്നാ ചെയ്യേണ്ട അല്ലെ. അപ്പൊ അന്നേരം നമ്മള് അന്വേഷിച്ച് എനിക്ക് പറ്റുന്ന രീതിയിലൊരു കാര്യങ്ങൾ കൊണ്ടാക്കി. അപ്പൊ ഇങ്ങനെയുള്ള വീൽചെയർ, വാക്കർ. ഒരു അന്തേവാസി കേന്ദ്രം തുടങ്ങാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? സാമ്പത്തികമൊക്കെ വരുവാണെങ്കിൽ ഒരു അനാഥാലയോ അന്തേവാസി കേന്ദ്രം തുടങ്ങാൻ പ്ലാൻ? അത് തുടങ്ങാനുണ്ടായിരുന്നു. അന്നേരം ഞാൻ എടുക്കുക. അന്നേരം ഞാൻ ഒരു വീടോ കെട്ടിടോ എടുക്കുക. അന്നേരം ഒരു മടിയില്ല. അതെ, അത് ദൈവം അനുവദിച്ചാൽ. ബൈബിളിൽ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ടല്ലോ, ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് ഒരു മിനിറ്റ് മതി. ഇതെല്ലാം മാറ്റിമറിക്കുന്നേ. ഇപ്പൊ നമുക്കില്ലാത്തത് എനിക്കില്ല കേട്ടോ. ഞാൻ എന്റെ കയ്യിൽ പൈസ ഈ 500 രൂപ കൊടുത്തത് എന്റെ പെൻഷനകത്ത് 500 രൂപ എടുത്ത കൊടുത്തു. ഇന്നലെ മേടിച്ചു വെച്ചാൽ പുള്ളിക്കാരി വരുമ്പോൾ കൊടുക്കാൻ. ഈ ക്യാൻസർ രോഗിയായിട്ട് 500 രൂപ എന്റെ അവര് വേറൊരു അത്ഭുതം ഉണ്ടോ അറിയോ? ഇവര് 500 രൂപയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷെ പോകുമ്പോ അവരെത്രയും കൊണ്ടാ പോയത്. ഞാൻ പറഞ്ഞു അപ്പൊ ഭയങ്കര തിരക്കാ, അവര് കെട്ടിയെന്ന് തന്നെ ഉള്ളു, വേറെ ആരും ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു എങ്ങനെ തിരിഞ്ഞായിരിക്കും. ഞാൻ ഇല്ല, വരുമ്പോഴേ നിങ്ങളെ പരിപാടി ഇതാ ഈ 500 രൂപ കൊടുത്തുവിടാൻ പറ്റും. മറ്റേ പരിപാടി 500 രൂപ. പിന്നെ അന്നേരം അവരുടെ കൊച്ചിന്റെ കാര്യം ഇങ്ങനെയായിരുന്നു. അപ്പം ഇത് അങ്ങനെ ഒത്തിരി ആളുകൾ ഇങ്ങനെ വരും. ഇപ്പൊ കോട്ടയത്ത് നിന്ന് വരും, ഏറ്റുമാനൂരിൽ നിന്ന് വരും, അല്ലെ കോളനികളിൽ നിന്ന് വരും, വീടുകളിൽ കുട്ടികളുടെ പഠനം സമയത്ത് വിദ്യാഭ്യാസ സഹായത്തിന് ഒത്തിരി പേര് വരും. ഒക്കെ ഓരോരുത്തരെ കണ്ട് ഞാൻ പറയുമ്പോ ചില ജൂവലറിക്കാരൊക്കെ മുഴുവൻ ജൂവലറിയൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അന്നേരം എന്നാ ചെയ്യേണ്ട ചേട്ടാ, ഈ കുട്ടികളുടെ 2 പേരുടെ പിള്ളേരെ ഏറ്റെടുത്തു, ഈ 2 പേരുടെ കാര്യം ഒന്നും സഹായിക്കണം. ഇത് കഴിഞ്ഞിട്ട് പറയും ഇനി ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി, ഇനിയും കൊടുക്കാം. ഒരാളടുത്ത് ചെന്ന് 2 കുട്ടികൾക്ക് കൊടുക്കുമ്പോ അവരിങ്ങോട്ട് പറയുക, അടുത്ത ഓഫർ തരുക. ഇങ്ങനെയൊക്കെ നമുക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് അത് പറയാട്ടം മനസ്സിലാ എന്നാ ചെയ്യേണ്ടത്. എന്തല്ല ആളുകളല്ലേ. അതാ അങ്ങനെ അതുണ്ട്. അതാ ഇതിനെ എതിർക്കുന്നവരുണ്ട്. അത് ഇതിനകത്ത് ഇടയ്ക്ക് ഉണ്ടല്ലോ, എവിടെ ഉണ്ടല്ലോ. നമ്മളത് മൈൻഡ് ചെയ്യണ്ടെന്നേ. അവരെ ഇപ്പൊ എന്നെ വിമർശിക്കുന്ന എത്ര പേരുണ്ടെന്ന് ഈ പുള്ളിക്കറി. ഞാൻ സഹായം കൊടുത്തു വിട്ടിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ വിമർശിക്കുന്നു. അല്ല, അത് ഇതിനകത്തുള്ള അത് വേണം. അത് നമ്മൾ പിന്നെ ഒന്നും പ്രതീക്ഷിക്കാത്ത കുഴപ്പമില്ല. അപ്പൊ ഇതൊന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് നമുക്കെതിരായിട്ട് പറയുന്നവർക്ക് വേണ്ടി അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ചെയ്യാനുള്ളത് ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യും. അപ്പം എൻ്റെ മക്കള്, ഭാര്യയും മക്കളും, ഒരു മകള് നേഴ്സായിരുന്നു, അത് കഴിഞ്ഞ് ഹോം നേഴ്സായിട്ട് പോയി മാൾട്ടായില്. ഈയിടെ IELTS കഴിഞ്ഞ് പാസ്സായി നേഴ്സായി. ദൈവം പടിപടിയായിട്ട് അപ്പൊ ദൈവം അനുഗ്രഹിക്കുന്നു, ദൈവം അവിടെ തരും എല്ലാം. അപ്പൊ ആരും വന്ന് ചോദിച്ചാൽ ആരോടും ഞാൻ പ്രത്യാശ കൊടുക്കുന്നതാണ്. ഇപ്പത്തെ കഷ്ടതയൊക്കെ കുറെ കഴിയുമ്പോൾ മാറും. നമ്മൾ പിടിച്ചു നിൽക്കണം. ഇത്ര പേരെ നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയ ജീവിതം. സ്വന്തം ജീവിതം കൊണ്ട് തെളിവ് കൊടുക്കാൻ. ഞാൻ എന്റെ ജീവിതം കൂടെ പറയുന്നത്. ചോർന്നൊലിക്കുന്ന ഞാൻ വണ്ടി കഴുകുന്ന കിടന്നവരാണ്. ഈ പാല പട്ടണത്തിൽ വണ്ടി കഴുകുക, ലോറി അടിയിൽ കയറി കിടന്ന് ഫീസൊക്കെ പറ്റി വണ്ടി കഴുകി ഡ്രൈവിംഗ് പഠിച്ച ആളെയാണ്. ഈ കർണാടക, കേരള, തമിഴ്നാട് ഒക്കെ ആന്ധ്ര ഒക്കെ ഓടിക്കാൻ സാധിച്ചത് ഇവിടുന്ന് തുടങ്ങിയതാ. വന്ന വഴി അതാ എൻ്റെ. ഒരിക്കലും ഞാൻ വന്ന വഴി മറക്കാറില്ല. അദ്ദേഹത്തിന്റെ ഭർത്താവും ക്യാൻസർ രോഗിയാണ്, ഈ സഹോദരിയും ക്യാൻസർ രോഗിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. നമ്മുടെ പല ആളുകളിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിർവാസത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു മാസമായിട്ട് സെൻമൻസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങൾ സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെല്ലാം ഇന്നേ ദിവസം വീണ്ടും 1800 രൂപ വേണം കുത്തിവെക്കാനുള്ളത്. പാലാ മെഡിസിറ്റിയിലാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ നല്ലവരായ ആളുകൾ ഇവിടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പാലാ നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണിനെ ഈ ചെറിയ സഹായം ഏൽപ്പിക്കുകയാണ്. എന്താണ് ജോർജേട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം? ജോർജേട്ടിന് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. നേരത്തോട്ട് തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അതായത് ഞാൻ ഇങ്ങനെ ഇലക്ഷൻ്റെ കൺവെൻസ് കൂട്ടായ്മ ഞാൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ഉള്ളപ്പോൾ എനിക്കറിയായിരുന്നു. പിന്നെ മാർക്കറ്റ് റോഡിൻ്റെ അവിടെ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ക്രെഡിറ്റ് ബാങ്കിൻ്റെ അവിടെ ചെന്നപ്പോൾ വെറുതെ ഇങ്ങനെ എനിക്ക് യാദൃശ്ചികമായിട്ട് ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ റൂമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഇവിടെ വന്നാൽ കാണുന്ന പ്രവർത്തനം ഞാൻ ജോർജേട്ടന് പറഞ്ഞു ഇങ്ങനെ മുകളിൽ റൂം കിടപ്പുണ്ട്, അങ്ങനെ കൊടുത്താൽ
തീർച്ചയായും ഈ ഒരു ജോർജേട്ടന്റെ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂട്ടാൻ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പേരെന്താണ് സാറിന്റെ? സന്തോഷമാണ്. സന്തോഷ് ചേട്ടൻ കൂട്ടാൻ നിൽക്കുകയാണ്. ഇതുപോലുള്ള ആളുകളുടെ നല്ല മനസ്സിൽ തന്നെയാണ് ഈ ജോർജേട്ടന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം, അതിനുള്ള പ്ലാറ്റ്ഫോം കിട്ടുന്നത്. ഇദ്ദേഹത്തിന് വാടകയ്ക്കല്ല, ടൗണിന്റെ സെന്ററിൽ കാണുന്ന ഒരു ഷോപ്പാണ്, ഒരു സെന്ററാണ്. അവിടെ പോലും നല്ല വാടക കിട്ടും. നമുക്കറിയാം ഇന്നത്തെ ടൗണിന്റെ റേറ്റ് ഒക്കെ. പക്ഷെ 1 രൂപ പോലും വാടക വാങ്ങിക്കാതെ ഈ ജോർജേട്ടന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സൗജന്യമായി തന്നെ ഇദ്ദേഹം സ്ഥലം ഈ കട വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരുപാട് നന്ദി കേട്ടോ ഇത്തരം കാര്യങ്ങൾ. നമ്മളോട് ഇപ്പോൾ പല നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 17ാം വാർഡിന്റെ കൗൺസിലറുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. റിസി മാത്യു, നമസ്കാരം. എങ്ങനെയാണ് ജോർജേട്ടനെ വിലയിരുത്തുന്നത്? ഞാൻ പാലാ ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഹെഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. 28 വർഷത്തെ ഗവൺമെന്റ് സർവീസ് ഉണ്ട് എനിക്ക്. 28 വർഷത്തെ സർവീസ് കഴിഞ്ഞ 2017 ഞാൻ പെൻഷനായത്. ഞാൻ ജോർജേട്ടനെ അറിയുന്ന ഒരു 2010 കൂടിയാണ് ഞാൻ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ട് ഏകദേശം 14 വർഷത്തോളമായി. അന്ന് മുതൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജോർജേട്ടൻ പാലക്കാരുടെ അശരണരായവരുടെ ഒരു ദൈവദൂതനെ പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് കാഷ്വാലിറ്റി ചാർജ് ആയിരുന്നു ഞാൻ വന്ന ഇടയ്ക്ക്. അപ്പൊ കാഷ്വാലിറ്റിയില് നമുക്ക് ഇന്നത്തെ പോലെ മര്യാദ സാധനമൊന്നും വന്നില്ല. റോഡിൽ കിടക്കുന്ന പേഷ്യൻസിനെ, അതായത് രോഗികളെ എടുത്ത് കാഷ്വാലിറ്റി കൊണ്ട് ഇടും എല്ലാരും, പോലീസോ അല്ലെങ്കിൽ വഴിയെ പോകുന്നവരോ എല്ലാവരും. അപ്പം നമുക്കൊരു സഹായത്തിന്, നമുക്ക് അവർക്ക് ബൈസ്റ്റാൻഡർ ഇല്ലല്ലോ, അപ്പൊ നമുക്കൊരു സഹായത്തിന് അവരെ കുളിപ്പിക്കാനും അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനും കാഷ്വാലിറ്റി ഞങ്ങള് ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചേക്കാൻ തൽക്കാലത്തേക്ക് വരുമ്പം മാത്രം മാറാൻ. പിന്നെ ഞങ്ങൾ അന്നേരം വിളിക്കുന്നത് ജോർജേട്ടനെയാണ്. ജോർജേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ സിസ്റ്റർ ഇപ്പൊ വന്നേക്കാം, സിസ്റ്റർ ഇപ്പത്തേക്കുള്ള ഭക്ഷണം ഒന്ന് മേടിച്ചു കൊടുത്തത്, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റതാണ്. പിന്നെ ജോർജേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും അറിയണ്ട. ചേട്ടൻ അവരെ പരിചരിച്ച് അവരുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കി അവരെ ഏതെങ്കിലും ഷെൽട്ടറിൽ എത്തിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ എത്തിച്ചു കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നതാണ്. ഈ മേഖല മാത്രമല്ല, ജോർജേട്ടൻ കൈകിടക്കാത്ത മേഖലകളൊന്നും എല്ലാവർക്കും സഹായ ദൂതനായിട്ട് തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നു. മറ്റുള്ള ചാരിറ്റി പ്രവർത്തകരെ അപേക്ഷിച്ച് ജോർജേട്ടൻ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു? ജോർജേട്ടൻ വ്യത്യസ്തനാകുന്നത് സത്യസന്ധത കൊണ്ടാണോ, അല്ലെങ്കിൽ സത്യസന്ധത കൊണ്ടും സന്മനസ് കൊണ്ടും. അതാണല്ലോ സന്മനസ് എന്നുള്ള പേര് കിട്ടിയേക്കുന്നത്. എനിക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ പേരാ, അതുകൊണ്ടാണല്ലോ അത് കിട്ടിയേക്കുന്നത്. ജോർജേട്ടൻ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്കറിയാം. ഇതെങ്ങനെ സാധിക്കുന്നു അതാണ്. അപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നിർലോഭം സഹായിക്കുന്ന കുറെ മനസ്സുകളുണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്പോഴത്തെ ഒരു ചാരിറ്റി മേഖല ഒരു 80% തട്ടിപ്പാണ്. പക്ഷേ ഇപ്പോഴും 20 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന് സഹായിക്കുന്നവരുണ്ടെങ്കിൽ അതൊരു വിശ്വാസത്തിന്റെ വിശ്വാസം, നല്ല വിശ്വാസം തന്നെയാണ്. നമുക്കൊക്കെ അതൊക്കെ ജോർജേട്ടനെ അടുത്തറിയുന്നവരായിരിക്കാം മിക്കവാറും, കൂടുതലും വരും. പിന്നെ പറഞ്ഞു കേട്ടും അറിയാവുന്നവരും ഒക്കെ ആയിരിക്കാം. അവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് പിന്നെ ഏറ്റവും വലുത് ഇങ്ങനെ ചെയ്യാൻ, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവുക എന്നുള്ളത്. പലർക്കും മനസ്സുണ്ടാവും, പക്ഷെ അതും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു സോഴ്സ്, ഒരു ഉപാധി വേണം. ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി തന്നെ. ജോർജേട്ടനെ കാണുമ്പോ തന്നെ എങ്ങനെ ഇരിക്കുന്നു, ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നു, അന്നും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ ജോർജേട്ടനെ വ്യത്യസ്തനാക്കുന്നു സമൂഹത്തിൽ കൂടെ നടക്കുന്ന ആളിന്റെ അനുഭവം? അനവധി പാവപ്പെട്ടവർക്കാണ് ജോർജേട്ടനിൽ നിന്ന് സഹായം. പാവപ്പെട്ടവർക്ക് എന്ത് സഹായം, അത് സാമ്പത്തികമായാലും പറ്റുന്ന പോലെ, ആശുപത്രി കേസിട്ട് വീണ് കിടക്കുന്ന ആൾക്കാരെ എവിടെ വേണേലും എത്തിക്കാൻ ജോർജേട്ടൻ നോക്കി നടക്കും. ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവെക്കാമോ? പുള്ളിയായിട്ട് പോയി ഏതെങ്കിലും രോഗിയെ രക്ഷിച്ച ഒരു ഓർമ്മ പങ്കുവെക്കാമോ? രക്ഷിച്ചെന്ന് പറഞ്ഞാല് നമ്മുടെ അവിടെ തന്നെ പയ്യല് ഒരു 15 വർഷം മുമ്പാ ഒരാള് വീണ് കിടക്കുക. അപ്പൊ ബിവറേജിന് അടുത്തായതിന്റെ പേരിൽ പലരും പറഞ്ഞത് കള്ളാണ് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കണ്ടപ്പോ അതൊക്കെ മദ്യപാനിയായിട്ട് തോന്നിയില്ല. പുള്ളിയെ എടുത്ത് ഞങ്ങൾ പയ്യെ കേസിലാക്കി. അവിടുന്ന് അവർ പറഞ്ഞു പാലായിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവിടുന്ന് പാലായി എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജ് വേണം. സ്ട്രോക്ക് ഉണ്ടായതാ പുള്ളിക്ക്. സ്ട്രോക്ക് ഉണ്ടായി കിടന്ന് അപ്പൊ മദ്യപാനിയാന്ന് പറഞ്ഞാൽ അന്നേരം ഞങ്ങൾ ജോർജേട്ടനെ പിടിച്ച സംഭവം, പുള്ളി അവിടെ ആശുപത്രി കൊണ്ടുപോയ സംഭവം, അത് പുള്ളി രക്ഷപ്പെട്ടു. ആശുപത്രി മെഡിക്കൽ കോളേജിലെത്തി. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് മരിച്ചുപോയി. പക്ഷെ ഈ സ്ട്രോക്ക് ഉണ്ടായി കിടന്നാ. പക്ഷെ നമുക്കത് കണ്ടപ്പം മദ്യപാനിയല്ല എന്ന് തോന്നി. ബിവറേജിന് അടുത്തായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ അന്നേരം നമ്മുടെ വണ്ടിയെ തന്നെയാ കൊണ്ടുപോയത്. 15 വർഷത്തോളമായിട്ട് ജോർജേട്ടനോട് പ്രവർത്തിക്കുന്നതാണ്. 5 വർഷത്തോളമായിട്ട്. കോവിഡ് കാലത്താണ് നമ്മളിവിടെ ജനമേത്രി പോലീസുമായിട്ട് ചേർന്ന് ഇവിടെ പൊതിച്ചോറ് വിതരണവും, അതായത് അനവധി ആൾക്കാരായി. കാരണം കടത്തങ്ങളിലും ഈ അവിടെ കടപ്പാട്ടമ്പലത്തിന്റെ അവിടെ ഒരു 20ഓളം ആൾക്കാർ സ്ഥിരം. പിന്നെ പാലാ ഗവൺമെന്റ് ഹൗസില്
അപ്പം പോലീസുമായി ചേർന്ന് ഞങ്ങൾ 45 ദിവസം പൊതിച്ചോറ് വിതരണം നൽകി. പിന്നെ ഭരണങ്ങാനത്ത് ഒരു 20ഓളം പേർക്ക് വർഷങ്ങളായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡയാലിസിസ് കിറ്റ്, ക്യാൻസർ രോഗികളുടെ ചികിത്സാ സഹായം. 2 ദിവസം മുമ്പ് സുരേഷ് ഗോപി വന്ന് നമുക്ക് ഒരു 51,000 രൂപ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം നൽകി. അങ്ങനെ അനവധി പ്രമുഖരായ ആൾക്കാരെല്ലാം സഹായിക്കുന്നുണ്ട്. ജോസ് കെ മാണി MP ഒക്കെയാണ് എപ്പോ വിളിച്ചാലും നമ്മൾ ഏത് പരിപാടിക്കും വന്ന് പങ്കെടുക്കുന്നു. അതുപോലെ മാനസികാപന രാഷ്ട്രീയം ഇല്ല ഇതില്. വിളിച്ചു കഴിഞ്ഞാൽ അന്നേരെ ജോർജേട്ടന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും കാര്യം. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതായത് ഭീരുഷമായിട്ട് സഹായിക്കാൻ നിരവധി ആൾക്കാരുണ്ട്. പുരിയത്ത് ചാറ്റുകൾ പറഞ്ഞ അവര് ഇതിൽ ഇതുമായിട്ട് സംയുക്തമായിട്ട് എന്തും ചെയ്യാൻ അവര് സാമ്പത്തികമായിട്ടോ എല്ലാ കാര്യത്തിലും ഒരു ഷീല മേഡം എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. നല്ല സപ്പോർട്ടാണ്. പിന്നെ പാലാ ജനമൈത്രി പോലീസ് സംയുക്തമായിട്ട് എന്ത് കാര്യത്തിലും, അതായത് ഇപ്പൊ നിലവിലുള്ള സാർമാരൊക്കെ മാറിപ്പോയി, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അവരിതിന് ചാർജായി വരുന്നുള്ളൂ. പക്ഷെ മുന്നിരുന്ന സുദേവ് സാറ്, H. ഷായി സാറ്, അരണ്യ മോഹൻ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആക്റ്റീവായിട്ട് 3 വർഷമോളം എന്ന് പറഞ്ഞാൽ 3 വർഷം ആയിട്ട് അത്ര ആക്റ്റീവായിട്ട് എന്ത് കാര്യത്തിലും, ജോർജിയയുടെ ഒരു കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു കേസൊക്കെ പിടിക്കുക, അത് അങ്ങനെ റെഡിയാക്കി തരും. അത്രയും പോലീസ്, കാരണം അത് ഡിവിഷൻ ഓഫീസാണ്, എവിടെ ചെന്നാലും അത്രയും പാലാ പോലീസ് ആക്റ്റീവായിരുന്നു. അത് അങ്ങനെയെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പൂർണ്ണ സപ്പോർട്ടാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് മേഖലയിൽ നമുക്കറിയാം പ്രവർത്തിക്കാം. അതാണ് കാരണം ജനമൈത്രി പോലീസിനോട് പ്രവർത്തിക്കുന്ന പറയുമ്പോഴത്തേക്കും സാധാരണ ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. ഇത് പോലീസുമായിട്ട് പ്രവർത്തിക്കുന്ന, പിന്നെ പാലാ രൂപതയും ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഇപ്പം പിതാക്കന്മാരെ ഇല്ലാണ്ട് ജോർജിയേട്ടൻ അത്രയും അടുത്ത ബന്ധമാണ്. ജോർജിയേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ രോഗിക്ക് സഹായമായിട്ട് അത് രോഗിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് പറ്റുന്ന സഹായങ്ങൾ. പിന്നെ രൂപതയായിട്ട് ബന്ധപ്പെട്ട് ഒരു നിരവധി ആൾക്കാർക്ക് വീടില്ലാത്തവർക്ക് രൂപതയുടെ ഇത് ജോർജിയേട്ടനെ വഴി ഒരുപാട് ആൾക്കാർക്ക് വീടും സംവിധാനങ്ങളെല്ലാം. നമ്മുടെ സന്മനസ് ജോർജേട്ടൻ ഒരു ചാരിറ്റി പ്രവർത്തകൻ മാത്രമല്ല, ഒരു ഗായകൻ കൂടിയാണ്. പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. പഴയ ഒരു പാട്ട്. ഓക്കെ. മലയാള സിനിമയിലേക്ക് 1960കളിൽ കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുടക്കാരൻ ജയചന്ദ്രൻ മലയാള സിനിമയ്ക്ക് വന്നത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, മധുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. അത് ആ കാലഘട്ടത്തിൽ റെസ്റ്റോസ് സിനിമയില് മലയാളത്തിന്റെ പ്രിയ നിത്യനായകൻ രമേശ് സാറായിരുന്നു അത് അഭിനയിച്ചു. ഇന്നും മലയാളിയുടെ ഇടയിൽ അറിയാവുന്നവർക്ക് ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. സൗണ്ടിന്റെ ഒരു ഞാനെന്ന് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കന്നികാരം പൂത്തു തളിർത്തു, കൽപ്പനതൻ താളമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ. ഓ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുമ്പ് യവനീക വീഴും മുമ്പേ, കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ, അവൾ നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി
ചകോരി ചകോരി. ആഹാ, അടിപൊളി. ഇത് സൗണ്ടായിട്ട് ഇതിപ്പോ ഒരു കലാകാരൻ കൂടിയാണ്. ഒച്ചയായിട്ടല്ല, ഞാനിങ്ങനെ ഞങ്ങളിവിടെ പഴയ ഗാനങ്ങൾ ഇടുന്ന സ്റ്റേജിലൊക്കെ പാടുമായിരുന്നു. ഞാൻ പാടുമായിരുന്നു. എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. ഓ, അത് ശരി. പല ശിവമുണ്ട് പാടി, വേറെ ഒരുപാട്. ഓക്കേ, എന്തായാലും ജോർജേട്ടൻ നമുക്കറിയാം ഒരുപാട് പേർക്ക് ആശ്രയമാകുന്ന 10,000-ലേറെ ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്ത ഒരു മനുഷ്യനാണ്. ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും എനിക്ക് തോന്നുന്നു 70 വയസ്സ് പ്രായം 60 പേരെ പൊതു ശ്മശാനത്തിലാണ്. അതുകൊണ്ടല്ലേ 60 പേരെ ആ. ആരോഗ്യ എത്ര വയസ്സായി? എനിക്കിപ്പോ 65. 65-ാമത്തെ വയസ്സിലും 16-കാരന്റെ ചുറുചുറുക്കോടെ, 16-കാരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചാരിറ്റിക്ക് വേണ്ടിയാണ് കേട്ടോ, വല്ലാത്ത കാര്യത്തിനൊന്നും അല്ല, വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ കറങ്ങി നടക്കാനോ ഒന്നും അല്ല. 16 വയസ്സുകാരനായത് ചാരിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോഴും ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ജോർജേട്ടനെ ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല. ഇത് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ അദ്ദേഹത്തിന് നമ്പർ വെക്കുന്നുണ്ട്, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. 6 എയ്ഡ്സ് രോഗികളെ വണ്ടിയുടെ ഫണ്ടി കയറ്റി ഇരുത്തി ചികിത്സിക്കാറുണ്ട്. 6ഓളം എയ്ഡ്സ് രോഗികളെ ഇദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട്. 60ഓളം മൃതശരീരങ്ങൾ ഇദ്ദേഹം മറവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിരവധിയായ ആളുകളെ വഴിയരികിൽ നിന്ന് എടുത്ത് നമ്മുടെ പാലാരൂപതയ്ക്ക് 120 സ്ഥാപനം അവിടെ എല്ലാം എത്തിച്ചിട്ടുണ്ട്. പലയിടത്തും പര്യാസ്ഥാനത്തിൽ അവിടെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരു എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. തീർച്ചയായും അദ്ദേഹത്തെയൊക്കെ കുറെ പേര് മാതൃകയാക്കണം. അദ്ദേഹം നേരത്തെ പറയുകയുണ്ടായി, എനിക്ക് ശേഷം ആരെന്നുള്ളത് എനിക്കറിയില്ല, ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ജീവിച്ച് മരിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഇതിനുശേഷം ആരുണ്ടാവുമെന്നോ, ഇവരെയൊക്കെ ഇപ്പൊ ഇദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒക്കെ ആര് നോക്കുമെന്നൊന്നും അറിയില്ല. എങ്കിലും ഒരു പ്രത്യാശയാണ് ആരെങ്കിലും ഉണ്ടാവുമെന്നുള്ളത് അല്ലേ? ഇതാണ് പ്രേക്ഷകരോട് ഇദ്ദേഹം പറയാനുള്ളത്. കർഷകരോട് പറയാനുള്ളത്, നമുക്ക് ജീവിതം ദൈവം തന്ന ദാനമാണ്. ഓരോ നിമിഷവും നാളെ ഇന്ന് അങ്ങിരിക്കേണ്ട നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി കൈവെക്കാൻ സാധിച്ചില്ല. അതായിരിക്കും ഏറ്റവും വലിയ. നാളെ നേരമ്പളത്തിന്റെ ഏക്കുന്ന ഒരു ഉറപ്പില്ല. ഇന്നത്തെ കാലം അതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മുടെ സഹജീവികൾക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക, മറ്റുള്ളവരോട് ഇത് പറയുക. ഇപ്പം നമുക്കൊരു എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് ഇന്നലെ 1,600 രൂപ പെൻഷൻ, അതിനകത്ത് നിന്നാണ് 500 രൂപ ക്യാൻസർ രോഗിക്ക് കൊടുത്തത്. അപ്പൊ അത് അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ദൈവം തരും. ഇന്ന് വൈകുന്നേരം എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ദൈവം വിളിച്ചു തരും. അതാണ്, അത് മതി. അനുഭവം അങ്ങനെയാണ്. യാതൊരു അങ്ങനെ തീർച്ചയായും മറ്റുള്ളവരും നമുക്ക് സഹായിക്കാനൊക്കെ ദൈവം അനുഗ്രഹിക്കണം. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. എല്ലാവരുടെയും ഈ നന്മ സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ് അന്വേഷിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള ഈ വേദിയാണ് സന്മനസ് കൂട്ടായ്മ. എനിക്ക് പ്രചോദനമായിട്ട് തന്നത് പാലാ മരിയസാൻ സന്തോഷ്, നവജീവൻ തോമസ് ചേട്ടന്, അതുപോലെ പാലാരൂപത ബിഷപ്പ്, അതുപോലെ നമ്മുടെ കലരങ്ങാട്ട് പിതാവ്, മുരിക്ക പിതാവ്, അങ്ങനെ അനേക ആളുകൾ, ജനമൈത്രി പോലീസ്, ആ പോലീസിന്റെ പ്രവർത്തനം ചെയ്യുമ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് മുന്നോട്ടിറങ്ങുമ്പോൾ അവരെ പൂർണ്ണമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതൊക്കെയാണ് ഇതിനകത്ത് വലിയ വിജയമായിട്ട്. വളരെ നന്ദി. എനിക്കൊരു ഷോക്കുണ്ടായി. ഞാൻ ശാരീരികമായിട്ട് വളരെ പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെ നിൽക്കി ജോർജേട്ടൻ വീട്ടിൽ വരുന്നു. അപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ ജോർജേട്ടൻ എന്നെ വണ്ടി കെട്ടിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് വണ്ടി കെട്ടുന്ന ഒരിക്കൽ കാപ്പിയൊക്കെ വാങ്ങിച്ചു തന്നു. എന്നെ കൊണ്ടുവന്ന് പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ജോർജേട്ടൻ ഭക്ഷണം വാങ്ങിച്ചു തരും, മരുന്ന് വാങ്ങിച്ചു തരും. ഇപ്പം മരുന്ന് മേടിക്കാനുള്ള ചീട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാ സഹായങ്ങളും നമുക്കുണ്ട്. ജോർജേട്ടനിലാണ് നമ്മളിപ്പോ കഴിഞ്ഞു പോകുന്നത്. വീട് രാമപുരം. ഞാൻ സിനിമയിലുള്ളതാണ്. ഈ ജോർജേട്ടനെ ഒരു 4-5 വർഷമായിട്ട് കൂടെയുണ്ട്. ഓക്കെ, ഇപ്പം പലകാലം ദൈവത്തോടൊത്ത് പ്രവർത്തിക്കുമ്പോൾ എല്ലാം ദൈവം തരും. നമ്മൾ നാളെ പറ്റി ആകുലത വേണ്ട എന്നാണ് ജോർജേട്ടന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി. എനിക്കറിയാം, ഈ പാലായിച്ചെന്ന് ജോർജേട്ടന് പാലായിലുള്ള വിശ്വാസം അറിയണമെന്നാണ് ഈ പാലായിച്ചെന്ന് ആരോട് ചോദിച്ചാലും ജോർജേട്ടന് വേണ്ടി ജോർജേട്ടൻ പറയുന്നത് എത്ര കഠിനകൃതയിലാണെങ്കിലും ജോർജേട്ടൻ പറയുമ്പോൾ അത് കൊടുത്തതായിട്ട് പല സംഭവങ്ങളും എനിക്കറിയാം. ജോർജേട്ടൻ പറയാതെ പല സംഭവങ്ങളും എന്നോട് പറയുന്നത്. അതാണ് ജോർജേട്ടൻ പാലായിലുള്ള വിശ്വാസം. അതാണ് ജോർജേട്ടൻ ഇവിടെ പാലായിൽ ഒരുപാട് പേർക്ക് സീറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്മ പ്രവർത്തികൾ, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാനും ഇതിലൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ജോർജേട്ടന്റെ മുമ്പേ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരെ സംരക്ഷിക്കുന്ന
ഒരു പ്രസ്ഥാനം കൂടെ ഇതാക്കാൻ വേണ്ടിയാണ് ജോർജ് ചേട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ എല്ലാവരും പിന്തുണയാണ്. ജോർജ് ചേട്ടന്റെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ഏതാനും കുറച്ച് നാളുകൾക്ക് അത് പ്രാവർത്തികമാണ്. ഞങ്ങളെല്ലാം സപ്പോർട്ടായിട്ട് പിന്തുണയുണ്ട്. തീർച്ചയായും അദ്ദേഹം മനുഷ്യനാണ്. അദ്ദേഹം ഇത്രയും നല്ലൊരു പറയുന്നത് ഇത്രയും സേവനമായിട്ട് ചെയ്യുന്നത് ആർക്ക് പറ്റും? ഇത് ആർക്കും ഇത് ഇങ്ങനെയൊന്നും ബില്ലിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കാലത്തൊന്നും വളരെ അപൂർവമായിട്ട് ചാരിറ്റി പ്രവർത്തനം കഴിഞ്ഞ ദിവസം പറഞ്ഞ പുരിയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൾഫിലുള്ള ഒരു വമ്പൻ ടീമാണ്. അവരിവിടെ പാലായി വന്നിട്ട് അന്വേഷിച്ചപ്പോഴേ ഒന്ന് ജോർജേട്ടന്റെ പേര് പറഞ്ഞ് ജോർജേട്ടനെ കൂടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ധൈര്യമായിട്ട് ജോർജേട്ടനെ സഹകരിപ്പിക്കാം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഒത്തിരി അവിടെ ഡയാലിസ് സീറ്റ് വിതരണം ചെയ്തിരുന്നത്. അപ്പം ആ ജോർജേട്ടനുള്ള പാലായിലുള്ള ഒരു വിശ്വാസമാണ് അത് കാണിക്കുന്നത്. തീർച്ചയായും അപ്പൊ അത് ജോർജേട്ടൻ അത് കാത്തു സൂക്ഷിക്കുന്നത്. ജോർജേട്ടൻ സുരേഷ് ഗോപിയുടെ സംഭവം ഉണ്ടായിരുന്നു. അതൊന്ന് പറയാം. സുരേഷ് ഗോപി അത് ജോർജേട്ടൻ പറയില്ല, അതുകൂടെ ഒന്ന് പറയാം. 10,000 രൂപ ക്യാൻസർ ഒരു 10 പേർക്ക് കൊടുക്കാണ്ട് പുള്ളിയെ വിളിച്ചതാണ്. അപ്പൊ അക്കരെ വെച്ച പുള്ളി ഒരു ഘട്ടത്തിന്റെ വീട്ടിൽ വെച്ച കാര്യങ്ങളെ വിളിച്ചു, പുള്ളിയായിട്ട് സംസാരിച്ചു, കണ്ട് കൊടുക്കുന്നതിനിടയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനിടയ്ക്ക് പുള്ളി പ്രസംഗത്തിൽ ഏറ്റവും ചോദിച്ചു 50 പേർക്കുണ്ട്, ഇനി 50 പേർക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാനിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും വെച്ച് പറഞ്ഞു 50 ഇനി എങ്ങനെ ഉണ്ടാവും? ഞാൻ ഒറ്റക്കാര്യം പറഞ്ഞു, സാറേ ഈശ്വരൻ തരും. മുകളിലോട്ട് കൈ കാണിച്ചു കൊടുക്കുന്നു, അതെല്ലാം ഈശ്വരൻ തരും, ഒരു മടിയില്ല പറഞ്ഞ. അതായത് അന്നേരം അതെല്ലാം കഴിഞ്ഞ് സെക്രട്ടറിയെ വിളിച്ചു, എന്തോ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അത് DVSP ഉണ്ടായിരുന്നു ഇവിടെ ഈ സംഭവം. അപ്പോൾ പല DVSP എടുത്ത് അദ്ദേഹം ഈ 50,000 രൂപ ഈ 1,10,000 രൂപ ഞാൻ